വീടിനുള്ളിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഈയിടെയായി പുറത്തു വരുന്നത്. അപ്പോൾ എൻ്റെ സ്വാഭാവികമായ ഒരു ചോദ്യം, ഇപ്പോൾ ഞാൻ ഈ മുറിക്കുള്ളിൽ നിൽക്കുകയാണ്, മുറിക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പാമ്പ് പത്തി വിടർത്തി മൂർഖനോ ഏതോ വിഷമുള്ളൊരു പാമ്പ് നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ മുന്നിൽ പത്തി വിടർത്തി നിൽക്കുകയാണ്. നമ്മൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ പാമ്പിനെ കാണുന്നത്. സ്വാഭാവികമായി നമ്മൾ പുറത്താണെങ്കിൽ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടാം, കല്ലെടുത്തെറിയാം, അല്ലെങ്കിൽ മരത്തിൽ കയറാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മുറിക്കുള്ളിലാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അലറി നിലവിളിക്കും, കട്ടിൽ ചാടിക്കയറും, കസേരയിൽ ചാടിക്കയറും. പിന്നെ ഭയമാണ് നമ്മളെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് തന്നെ. ഈ ഒരു സമയം സമചിത്തതയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടുന്നുള്ള എന്ത് പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വാല് തുറക്കാൻ വന്നാൽ വാതിൻ്റെ മുന്നിൽ ഒരു പാമ്പ് നിൽക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പെട്ടെന്ന് പേടിച്ചു എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർ മൊബൈൽ എടുത്ത് വെച്ച് അതിൻ്റെ എ തൊട്ട് ഇസഡ് വരെ അതിൻ്റെ വാലറ്റം മുതൽ തലവരെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം. ഒരു പാമ്പ് ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് നമ്മുടെ മുറ്റത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ മുന്നിൽ നിൽക്കുക, നമ്മളവിടെ നിൽക്കുകയാണ്. അതൊരു 2 അടി പൊക്കത്ത് എണീറ്റിരിക്കുന്നത്. ആ 2 അടി പൊക്കത്ത് എണീറ്റ് നിൽക്കാൻ അതിന് കഴിയുള്ളൂ. ഒരിക്കലും നമ്മളെ വന്ന് കടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഓടിച്ചു വന്ന് കടിക്കാൻ കാലും കയ്യൊന്നും ഓടി വരാൻ പറ്റുകയില്ല. അതിങ്ങനെ നിൽക്കുകയില്ല, അത് അവിടെ തന്നെ നിൽക്കുക. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ തിരിയുന്നത് ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും അങ്ങനൊരു ഭയമേ വേണ്ട. നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പാമ്പിനെ കണ്ടു, നമ്മൾ മിണ്ടാതെ പുറകിലോട്ട് ഇറങ്ങുകയോ അല്ലെങ്കിൽ പുറത്തോട്ട് ബാക്കിലത്തെ ഡോറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റുമെങ്കിൽ ആ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും. പാമ്പിനെ കൊല്ലണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ചില സാഹചര്യം നമ്മൾ എന്താ പറയുക പേടിച്ചിട്ടാണ് തല്ലിക്കൊല്ലുന്നത്. ഒരു പാമ്പും നമ്മളെ ഇങ്ങോട്ടൊന്നും കടിക്കാൻ പോകുന്നില്ല. നമ്മൾ ചവിട്ടിയാൽ മാത്രം, ചവിട്ടാതെ ഒരു പാമ്പും കടിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിനകത്തൊരു പാമ്പിനെ കണ്ടു, നമ്മൾ അറിയാതെ തറയിൽ നോക്കാതെ നടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചവിട്ടി നമ്മൾ കടിച്ചു നിൽക്കും. ചിലപ്പോൾ അതിരിക്കുമ്പോൾ അതിൻ്റെ കാലിൻ്റെ അടുത്ത്, അതിൻ്റെ തലയുടെ അടുത്ത് നമ്മൾ കാലിൽ നിന്ന് കടിച്ചു നിൽക്കുക. അല്ലാതെ ഒരു എണീറ്റിരിക്കുന്ന പാമ്പ് നമ്മളൊന്നും ഒരിക്കലും കടിക്കില്ല. അങ്ങനെ ഒരു ഭയമേ വേണ്ട, ഒരിക്കലും ടെൻഷൻ വേണ്ട. പാമ്പ് പകയുള്ള ജീവിയല്ല, ഇങ്ങോട്ടൊന്നും ഒരിക്കലും ഉപദ്രവിക്കുന്ന ജീവിയല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ അലോപ്പതി ചികിത്സയ്ക്കാണ് കൂടുതലായിട്ടും ആൾക്കാർ പോകുന്നത്. മുമ്പാണെങ്കിൽ വിഷവൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, പാരമ്പര്യ ചികിത്സ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അലോപ്പതി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കടിച്ച പാമ്പിനെ കൂടി കൊണ്ടുപോകണമെന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അതിനുവേണ്ടി ആ പാമ്പിനെ തപ്പി നടക്കുക, അതിനെ തല്ലിക്കൊല്ലുക, പിന്നെ കുപ്പിയിലാക്കി അത് ആശുപത്രിയിലേക്ക് കൊണ്ടു കൊടുക്കുക. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ? ഇതിൻ്റെ ഒരു ആവശ്യമില്ല സാർ. സത്യം പറഞ്ഞാൽ അത് ശുദ്ധമായ മണ്ടത്തരാണ്. കാരണം നമുക്ക് ഒരു കാര്യം എപ്പോഴും വേണം, നമുക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ ഇന്ത്യയിൽ. അല്ലാതെ അണലിക്ക് വരെ, മൂർഖന് വരെ, ശങ്കൂരിന് വരെ, രാജവമ്പലയ്ക്ക് വരെ ഒരു മരുന്നില്ല. ഏത് പാമ്പ് കടിച്ചാലും ഒരു മരുന്നാണ് വരും. അപ്പോൾ അതിനെ തല്ലിക്കൊല്ലുന്ന കൊണ്ടുപോകേണ്ട ഒരു കാര്യം. പാമ്പിനെ കണ്ടില്ല. ഇപ്പം നമ്മൾ കടിച്ചു, നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് പറമ്പിൽ വെച്ചൊരു പാമ്പിനെ കടിക്കുന്നത്, പാമ്പ് നമ്മളെ കടിക്കുന്നു. കടിച്ചത് ചുവർ പാമ്പാണ്, അല്ലെങ്കിൽ കടിച്ചത് മൂർഖൻ പാമ്പാണ്, അല്ലെങ്കിൽ കടിച്ചത് ശങ്കുവരനാണ് കടിച്ചിട്ട് നമ്മൾ തേടി നടക്കുമ്പോൾ തല്ലി കൊന്നിട്ട് ഈ ബേളം കേൾക്കുമ്പോൾ കടിച്ചിട്ട് ശങ്കുരൻ പാമ്പ് ഇറങ്ങി പോയി. ഇവർ തേടുന്ന സമയത്ത് ഒരു ചുവർ പാമ്പിനെയാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരെല്ലാം പറയാം ഇത് ചുവർ പാമ്പാണ്, മെനമില്ല എന്ന് പറയും, കുഴപ്പമില്ല. അപ്പോൾ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകാൻ വൈകും. എന്താ സംഭവിക്കുക? ഇവിടെ മരണത്തിലേക്ക് പോകും. ഒരിക്കലും ഒരു പാമ്പിനെയും ഇങ്ങനെ കണ്ടിട്ട് ഡോക്ടർമാർ ഇത് ശങ്കുരൻ പാമ്പാണ്, അല്ല ഇത് മൂർഖനാണ്, ഇത് അല്ലെങ്കിൽ ഹംബിനോസർ പിറ്റ് വൈപ്പറാണ്, അല്ലെങ്കിൽ മലബാർ പിറ്റ് വൈപ്പറാണ് തിരിച്ചറിഞ്ഞ് ഒരു മരുന്നും കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലാകപ്പെടെ എല്ലാത്തിനും കൂടെ ചേർത്ത് കൊടുക്കുന്ന ഒറ്റ മരുന്നുകൾ മിക്സഡ് ആൻറ്റിവെനം എന്നറിയപ്പെടുന്ന പോളിവാലൻ്റ് ആൻറ്റിവെനം. അപ്പോൾ ഈ പാരമ്പര്യ ചികിത്സ വിഷവൈദ്യന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പണ്ട് വിഷവൈദ്യം അവർ ചെയ്തിരുന്നത് വെച്ചാൽ അവർ എല്ലാം ഒരു മരുന്ന് അവർ ചെയ്യുന്നത് വെച്ചാൽ എരുക്ക്, ഗരുഡക്കൊടി, അങ്ങനെ വലിയ ഇരയൻ, ചെറിയ ഇരയൻ എന്നറിയപ്പെടുന്ന വലിയ ഇലയുള്ള ഗരുഡക്കൊടി, ചെറിയ ഇലയുള്ള ഗരുഡക്കൊടി, ഇങ്ങനെയുള്ള ഔഷധക്കൂട്ടുകളാണ് അവരുടെ പ്രത്യേകത. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒറ്റ മരുന്ന്, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ കടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെ പെട്ടെന്ന് കാരണം ഞാൻ പാമ്പുകളായിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് 3 തവണ എൻ്റെ അച്ഛനെ കടിയേറ്റ ആളാണ്. 3ാമത്തെ തവണ ഏകദേശം മരണത്തോട് മല്ലിടുന്ന തരത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഗൂഗിളിലൊക്കെ തിരക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴൊക്കെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ കടി ലഭിച്ചിട്ടുള്ള നേടിയിട്ടുള്ള ഭാഗ്യവാനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഗിന്നസിൽ വന്നത് ഒരു ഭാഗ്യമാണ്. എങ്കിലും അത്തരത്തിലൊരു അത്ഭുത മനുഷ്യനാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന വാവ സുരേഷ്. അത്രത്തോളം കടികൾ ഏറ്റിട്ടുണ്ട്. അത് വാവ തന്നെ നേരിട്ട് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പറയും. ഒന്ന് നോക്കൂ, ആ വാവയുടെ കൈ കണ്ടോ? കൈ ഇത് നോക്കൂ, ഇതെല്ലാം പാമ്പ് കടിയിൽ നിന്ന് വന്നിട്ടുള്ള ആ പാടുകളാണല്ലേ പോയിക്കേണ്ടി വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 3 മാസങ്ങൾക്ക് മുന്നേ കടി കിട്ടിയതാണിത്. ഈ ഡിസംബറിൽ കടി കിട്ടി, കഴിഞ്ഞ ഡിസംബറിൽ കടി കിട്ടി, കഴിഞ്ഞ നവംബറിൽ കടി കിട്ടി. ഇതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് കടി ഇത് നമുക്ക് കല്ലമ്പലത്ത് വെച്ച് കിട്ടിയ ഏറ്റവും വലിയ കടിയായിരുന്നു. വട്ടിവൻ കുണത്ത് വെച്ച് കടി കിട്ടിയിട്ട് ഇത് മൊത്തം പഴുപ്പായിരുന്നു. എല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനകത്ത് ഇവിടെ കടിയുണ്ട്, വെള്ളക്കടിയുണ്ട്. ഈ കടി ഇത് മുറിക്കേണ്ടി വന്നു, ഇത് മടങ്ങിയിരിക്കുന്നു. ഈ കടിയാണ്, ഇവിടെ കടിയുണ്ട്, ഇങ്ങനെ ഒരുപാട് കടി, ഇവിടെ കടിയുണ്ട്, ഇങ്ങനെ ഒരുപാട് കടി. എല്ലാം കൂടി എനിക്ക് തോന്നുന്നത് ടോട്ടലി നമ്മുടെ നോൺ വെനമസ് എല്ലാം
കൂടെ എനിക്ക് തോന്നുന്നു 5000-6000 ഒന്നും ആയിരിക്കും. അതിന് കൂടുതൽ കടി കിട്ടും. ചേര ചുരുട്ട 5000-6000 അതെ, മറ്റേ വെനമില്ലാത്ത എല്ലാം കൂടി ചേരയും ചുരുട്ടും. നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം കേൾക്കേണ്ടതാണ്. ഞാൻ വിചാരിച്ച ഒരു 10-100 കടിയൊക്കെ എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചത്. 5000-ന് പുറത്ത് കടികളേറ്റ, പാമ്പിന്റെ കടികളേറ്റ ഒരു മനുഷ്യ ശരീരമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. സത്യം ലോകാത്ഭുതമാണല്ലോ. ഞാനിത് കടി വാങ്ങാൻ കാരണം പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ചേര കുഞ്ഞിനെ കണ്ടാൽ ആൾക്കാർക്ക് സംശയമുണ്ട്, കടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ചൊറിച്ചിലുണ്ടാകും സംശയമുണ്ട്. കാട്ടുപാമ്പിനെ കണ്ടത് വെനമുള്ളതാണെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വെല്ലൂന്നിയെ കണ്ട കൊമ്പേരി കടിച്ചാൽ മരണപ്പെടുമെന്ന് പറഞ്ഞ കഥ. അപ്പോൾ ഞാൻ ചുണ്ടിലും ഇവിടെയൊക്കെ കടിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞാനെല്ലാം എനിക്ക് തോന്നുന്ന ഒരു 39 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിലേറെ ഞാൻ വീട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 1 ലക്ഷം നല്ല കൂടുതൽ കിട്ടാത്ത വയസ്സുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ സംശയമുണ്ട്. പിന്നെ ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ തന്നെ എനിക്ക് തോന്നുന്നു 1000 കാസർഗോഡ് മുതൽ പാറശാല ക്ലാസ് ചെയ്തു. അപ്പോഴൊക്കെ അവരെ മുന്നിൽ വെച്ച് അവർക്ക് സംശയം തീർക്കാനായിട്ട് ഞാൻ ഈ വെനമില്ലാത്ത നമ്മളെ കൊണ്ട് ശരീരത്തിൽ എവിടെയാണ് കടിച്ച് കാണിച്ചു കൊടുക്കാൻ, അങ്ങനെ എല്ലാം കൂടി കണക്കുകളൊന്നുമില്ല. ഒരുപാട് ഇതിനൊക്കെ മേളിലോട്ട് കടികളുണ്ടാവും. ഒരു ക്ലാസ്സുകൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10,000-5000 ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ കാസർഗോഡ് മുതൽ പാറശാല പോലീസിനും സ്കൂളുകളിലും റെസിഡൻസ് ക്ലബ്ബ്, പല രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്തൊക്കെ അവബോധത്തിന് ക്ലാസ് എടുക്കുമ്പോൾ പാമ്പിനെ കടിപ്പിക്കാൻ. പിന്നെ വെനമുള്ള പാമ്പിൻ്റെ കടി എനിക്ക് മൂർക്കൻ ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു 25,000-നടുത്ത് മൂർക്കൻ പാമ്പിന് മുട്ടകൾ വിരിയിച്ചു. ഏകദേശം ഒരു 15,000-നടുത്ത് അണലിയുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ പ്രസവിപ്പിച്ചു. പിന്നെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവയൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അവരിപ്പോൾ മൂർക്കൻ്റെ കടി വാങ്ങിയിട്ട് പഠിക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലായി. ഞാനൊരു ഡോക്ടറല്ല, അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കടികൾ വാങ്ങി എല്ലാം കൂടെ അങ്ങനെയെല്ലാം കൂടെ എനിക്ക് 400-നടുത്ത് മൂർക്കൻ്റെ അണലിയുടെയും കടിയുണ്ട്. അതിൽ 16 പ്രാവശ്യം സീരിയസ്. ഇപ്പോൾ കടി കിട്ടുന്ന ചില ആൾക്കാർ ചോദിക്കും ഇത്രയും മോശപ്പെട്ട ഒരു പാമ്പ് കൊടുത്ത കാരണമാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുന്നേ വേൾഡിൽ തന്നെ 250 പാമ്പുകളുടെ കടി വാങ്ങിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ആൻറ്റിബോഡി മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ നമ്മളെ പരിഹാസത്തോട് കാണുന്ന ആൾക്കാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ശ്രമിക്കും. അതല്ല, അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ആവാ ചുരേച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളി ഇത്രയും കടിയാ മോശപ്പെട്ട ഇതിൽ കാണുന്ന ആൾക്കാരെ കൊണ്ട്. പക്ഷേ ഇത് പഠനമാക്കേണ്ടതുണ്ട്. എന്നെക്കാളും കഴിയിട്ടുന്ന ആൾക്കാണ്. ഇപ്പോൾ രാജഗോപാലിൻ്റെ കടിയിട്ട് ഹേമുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പഠനമാക്കുന്നില്ല? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ പാലോട് റേഞ്ചിലുള്ള ഒരു പാവപ്പെട്ട ജീവനക്കാരന് രാജഗോപാലിൻ്റെ കടിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളവർ പഠിക്കേണ്ടേ.